بسم الله الرحمن الرحيم ألف لام ميم ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون. بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. ബഹുമാന്യനായ എം.ഐ. ഷാനവാസ് MP, ഒ അബ്ദുറഹ്മാൻ സാഹിബ്, ജമാലുദ്ദീൻ മങ്കട, EN അബ്ദുള്ള മൗലവി, NP ഷംസുദ്ദീൻ, അബ്ദുസ്സമദ് മൗലവി, സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ സന്തോഷകരമായ ഒരു ഒത്തുചേരലാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ മഹല്ലിൻ്റെ ഒരു ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്. 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സ്ഥാപിതമായ അൻസാർ മഹല്ലിൻ്റെ രണ്ടാമത്തെ സംഗമമാണ് ഇതെന്നാണ് എൻ്റെ ഓർമ്മ. വളരെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഒരു വലിയ ചടങ്ങിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാനും 2 വാക്ക് നിങ്ങളോട് സംസാരിക്കുന്നതിനും വേണ്ടി നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത്. വെസ്റ്റ് ചേന്നമംഗലൂർ മസ്ജിദുൽ അൻസാർ മഹല്ല് സംഗമമാണ്, മഹല്ലിൻ്റെ കൂട്ടായ്മ. എൻ്റെ ബഹുമാനായ സുഹൃത്ത് ജമാലുദ്ദീൻ മങ്കട, നമ്മുടെ പാളയംപള്ളി ഇമാം, അദ്ദേഹം അല്പസമയത്തിന് ഇവിടെ എത്തിച്ചേരും. മാതൃകാ മഹല്ലുകളെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ദീർഘമായ പ്രഭാഷണമുണ്ടാവും. ഒ അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ പ്രഭാഷണമുണ്ടാവും. അതിൻ്റെയൊക്കെ ഇടയിൽ ഇന്ന് പാർലമെൻറ്റ് കഴിഞ്ഞ ഒരു അല്പ ദിവസങ്ങളെ ആയിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് ധാരാളം പരിപാടികൾ എനിക്ക് ഇന്നത്തെ ദിവസം പങ്കെടുക്കേണ്ടതുള്ളത് കൊണ്ടാണ് ഞാൻ അധ്യക്ഷ പ്രസംഗത്തിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടി 2 വാക്ക് പറഞ്ഞ് ഇവിടുന്ന് യാത്രയാകുന്നതിന് വേണ്ടി നിങ്ങളുടെ അനുവാദം ഞാൻ ചോദിക്കുന്നത്. ഈ മദ്രസ അൻസാർ സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഈ മദ്രസ കെട്ടിടം അതിമനോഹരമാണ്. ഇതാ ഈ വേദിയിലേക്ക് നമ്മൾ ബഹുമാന്യനായ പാളയം പള്ളിയിലെ ഇമാം ജമാലുദ്ദീൻ മങ്കട സാഹിബ് ഇവിടെ എത്തുകയാണ്. അദ്ദേഹത്തെ ഇതിൻ്റെ സംഘാടക സമിതിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ ഉജ്ജ്വലമായ പ്രഭാഷണങ്ങൾ ഞങ്ങൾക്ക് തിരുവനന്തപുരത്തുണ്ടെങ്കിൽ സമയം കിട്ടിയാൽ പോകുന്നത് എത്ര തിരക്കുണ്ടെങ്കിലും പാളയം പള്ളി മാത്രമേ പോവുകയുള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ അതിമനോഹരമായ വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി
കേട്ടാൽ സമയം പോകുന്ന അറിയത്തില്ല. എനിക്കിന്ന് ഇവിടെ ഇരിക്കാനും നിവൃത്തിയില്ല. ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിക്കുകയുണ്ടായി. ഏതായാലും മുസ്ലിം സമുദായത്തിൻ്റെ ഒരു കൂട്ടായ്മ, ഈ ഉമ്മത്തികളുടെ ഒരു ഐക്യം, ശക്തി, വളർച്ച ഇതെല്ലാം ഉണ്ടാകുന്നതിന് വേണ്ടി ഈ മദ്രസ കെട്ടിടവും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ശക്തികൾക്കും സാധിക്കുമാറാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ നല്ല ഐക്യത്തോടു കൂടി നമുക്ക് മുമ്പോട്ട് നീങ്ങി നമ്മുടെ മക്കളെ നല്ല രീതിയിലേക്ക് വളർത്തുവാനും ധാരാളം കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾ, അദ്വാ സാഹിബ് എന്നോട് പറഞ്ഞതാ, ധാരാളം കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളുണ്ട്. ഇന്നലെ ഞാൻ പോയത് ഒരു വിമൻസ് കോളേജിന്റെ ഒരു വിമൻസ് ഹോസ്റ്റലിന്റെ ഉദ്ഘാടനം അതിന്റെ തറക്കല്ലിടലായിരുന്നു. ഒരു ദിവസം ഞാൻ MP ആയി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എന്തൊക്കെ 2-3 മുസ്ലിം സംഘടനകൾ വന്ന് അറബിക് കോളേജുകൾക്ക് UGCയിൽ അംഗീകാരം കിട്ടുന്നില്ല. സത്യം പറഞ്ഞാൽ അതെനിക്ക് തോന്നിയൊരു വലിയ അനീതിയാണെന്ന് തോന്നി. ആ അറബിക് കോളേജ് എല്ലാ കോളേജുകൾക്കും കിട്ടും, അറബിക് കോളേജുകൾക്ക് മാത്രം UGCയിൽ അംഗീകാരം കിട്ടാത്തത് എന്താണ് എന്ന് നോക്കിയപ്പോൾ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ മുസ്ലിം നാമം കാണുമ്പോൾ ഈ ഫയലും എടുത്ത് മാറ്റി വെക്കും. അവസാനം അതിന്റെ പിന്നാലെ നടന്ന് ഞാൻ പല അറബിക് കോളേജുകൾക്കും ഞാൻ UGCയിൽ അംഗീകാരം വാങ്ങിച്ചു കൊടുത്തു. ഇന്നലെ ഞാൻ പോയ ആ അറബിക് കോളേജിന് അംഗീകാരം കിട്ടിയത് മാത്രമല്ല 50 ലക്ഷം രൂപ UGCയുടെ ഗ്രാൻറ്റും കിട്ടി ഈ പെൺകുട്ടികളുടെ ഹോസ്റ്റൽ പണിയുന്നതിന് വേണ്ടി. അപ്പോൾ അതുപോലെ അബ്ദുൽ സാഹിബ് എന്നോട് സൂചിപ്പിച്ചു, എന്തെല്ലാം പദ്ധതികൾ കേന്ദ്രത്തിലുണ്ടോ ഇവിടെ എന്തെല്ലാം വരുത്താൻ സാധിക്കുമോ അതെല്ലാം വരുത്താൻ നിങ്ങളുടെ MP എന്ന രീതിയിൽ ഇതിന്റെ സംഘാടകരുമായി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ എന്നും ഈ ഉള്ളവരുണ്ടാവും എന്ന് ഉറപ്പ് നൽകുവാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. എനിക്കിവിടെ കൂടുതൽ സംസാരിക്കണമെന്നുണ്ട്, കൂടുതൽ സമയം ഇരിക്കണമെന്നുണ്ട്, പക്ഷേ സാധിക്കില്ല. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണമേ എന്ന് വിനയത്തോടു കൂടി അപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും നമ്മുടെ ഭാവി ജീവിതത്തിനും ഭാവി പ്രവർത്തനങ്ങൾക്കും നമ്മുടെ മക്കളുടെ ഉയർച്ചയ്ക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ ഈ മഹോന്നതമായ മദ്രസ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ഞാൻ പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ മഹല്ല് രൂപപ്പെടുന്നത് എൻ്റെ ധാരണയനുസരിച്ച്, ഓർമ്മയനുസരിച്ച് 981 അതായത് കോമുകുടിക്കാക്ക ഏകാംഗനായി എത്രയോ പതിറ്റാണ്ട് കാലം നടത്തി വന്ന മദ്രസയിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. പൊതുസ്ഥാപനങ്ങൾ ഉണ്ടാക്കുക എന്നത് ഏറെക്കുറെ സമുദായത്തിന് അന്യമായി വരികയാണ്. ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണത്തോടുകൂടി അവരിൽ നിന്ന് തന്നെ സംഭാവനകൾ പിരിച്ച് അവിടെ 1-ാം തരം കെട്ടിടം 1.5 മണിക്കൂർ നേരത്തെ വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകുക എന്ന ഒരു ലക്ഷ്യം വെച്ച് മാത്രമുള്ളതാണ്. അതിന് ഇത്രയും വലിയൊരു ഏർപ്പാടിൻ്റെ ആവശ്യമില്ല. ബാക്കി സമയങ്ങളിലും നമുക്ക് ആവശ്യമായ ലൗകികവും മതപരവുമായ എല്ലാ നേട്ടങ്ങൾക്കും വേണ്ടി ഇതിനെ വിനിയോഗിക്കേണ്ടതുണ്ട്. അതിനുള്ള സൗകര്യങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പല പദ്ധതികളിലൊന്നായ സ്ത്രീകളുടെ ശാക്തീകരണം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഇതിന് അവസരം നൽകിയതിന് സംഘാടകർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഹനദേവാണ് അൽഹംദുലില്ലാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിനാ വനബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഈ മഹല്ല് സംഗമം സർവശക്തനായ അള്ളാഹുവിൻ്റെ പേരിൽ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ വിനയപൂർവ്വം പ്രഖ്യാപിക്കുകയാണ്.